Okay, shall we start the class? Class തുടങ്ങിയാലോ? Are you ready? Are you ready? Yes. Say yes. Okay. Page number 19. All of you take a textbook, page number 19. Take page number 19. Let us speak. Let us speak. What did we learn in the last class, Hadia? Last class il endha padichade? Can you say? Sorry, please. Please sorry എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നത് പഠിച്ചു അല്ലേ? In the last class we discussed about please and sorry. Okay. When will we say sorry? Devange. When will we say sorry? എപ്പോഴാണ് നമ്മൾ സോറി പറയുന്നത്? തെറ്റ് ചെയ്യുമ്പോ ആണോ മുഹമ്മദ് മുക്താസിൻ? ആണോ? Mistake പറ്റുമ്പോ ഓക്കെ. Okay, when will we say please and with a K? Please എപ്പോഴാ പറയാ? Please. നമ്മളൊരു പെൻസിലെല്ലാം ചോദിക്കുമ്പോ ആ ആണോ നിയാദാസ്? എപ്പോഴാ നമ്മൾ പ്ലീസ് പറയുന്നത് നിയ? നിയ കുട്ടി എപ്പോഴാടോ? നമ്മൾ ആരെങ്കിലോട് ചോദിക്കുമ്പോ. എന്ത് ചോദിക്കുമ്പോ? ആരാ പറഞ്ഞു തരുന്ന? അമ്മ പറഞ്ഞു തരുന്നുണ്ടാ? എനിക്കിവിടെ കേൾക്കാം. അപ്പൊ ഏതൊക്കെ സമയത്താണ് സോറി അല്ലെങ്കിൽ പ്ലീസ് നമ്മുടെ കോൺവെർസേഷനിൽ യൂസ് ചെയ്യേണ്ടതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി എഫ് ആക്ടിവിറ്റി എഫ് നോക്കുക. പേജ് നമ്പർ 19. Filling the blanks with please or sorry. Filling the blanks. Can you see this? Filling the blanks with please or sorry. നമ്മൾ പ്ലീസ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, സോറി എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇനി അവിടെ കുറച്ച് സെന്റൻസ് ഉണ്ട്. അവിടെ ബ്ലാങ്ക്സ് കണ്ടോ? ബ്ലാങ്ക്സ് കണ്ടോ? അവിടെ നമ്മൾ എന്ത് വേണം? സോറി അല്ലെങ്കിൽ പ്ലീസ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യണം. ആർ യു റെഡി? ചെയ്തു നോക്കാം. ദീക്ഷിതേ, ആർ യു ലിസണിംഗ്? ഓക്കെ, ഫസ്റ്റ് വൺ. First one, he said Rahul wants a pencil. Rahul wants a pencil. Rahul എന്ത് വേണം? ഒരു പെൻസിൽ വേണം. Rahul wants. Dikshit, you have to listen here. Rahul wants a pencil. Wants വേണം. He says dash give me a pencil. Please ആണോ sorry ആണോ? Dash give me a pencil. He says dash എങ്ങനെ പറയാ? He says please give me a pencil ആണോ? He says sorry give me a pencil ആണോ പറയാ? എങ്ങനെ പറയാ? എങ്ങനെ പറയാ? റയാൻ, ഞാൻ എല്ലാവരും നോക്കുന്നുണ്ട്. മിസ്സിന് കാണാൻ നിങ്ങൾ പറയുന്നത്. എങ്ങനെ പറയാ? പ്ലീസ് ഗിവ് മീ എ പെൻസിൽ എന്ന് പറയാ അല്ലേ? പ്ലീസ് ഗിവ് മീ എ പെൻസിൽ. റൈറ്റ് ദർ പ്ലീസ്. ആ ബ്ലാങ്ക്സിൽ എന്താ എങ്ങനെ എഴുതാ? പ്ലീസ് എഴുതിയേ. പ്ലീസ്. പ്ലീസിന്റെ സ്പെല്ലിംഗ് എന്താണ്? പി പി പറഞ്ഞുകൊണ്ട് എഴുതണേ. ഫാത്തിമത്ത് ജുമാന. പി എൽ ഇ എ
P L E A S E, please. He says, please give me a pencil. പഠിച്ചോ? മക്കൾ എന്റെ കൂടെ തന്നെ പഠിക്കണേ. പ്ലീസിന്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? P L E A S E, please. Okay. Second one. Deepa breaks Ramya's ruler. Deepa breaks Ramya's ruler. She says, I am. എങ്ങനെ പറയാ? എങ്ങനെയാടോ പറയാ? I am pleased എന്നാണെന്ന് പറയാ. I am pleased എന്നാണ് പറയാ. No, I am sorry. Right. Sorry. എന്താ സോറിയുടെ സ്പെല്ലിംഗ്? Second one, sorry. Deepa breaks Ramya's ruler. She says, I am sorry. I shall get you another one tomorrow. ഞാൻ നാളെ നിനക്ക് പുതിയ ഒന്ന് വാങ്ങിത്തരാം അല്ലേ? I am sorry. ഇവിടെ എന്ത് എഴുതുക? Sorry. What is the spelling of sorry? S O R R Y. Sorry. First one please ആണ്. Second one sorry. Next, third one. Amita is not well. Amita is not well. Amita's സുഖമില്ല അല്ലേ? Amita is not well. She asked her teacher, dash, may I go home? Amita's സുഖമില്ല അല്ലേ? Amita is not well. She asked. Ask means ചോദിക്കുക. Ask. She asked means അവൾ ചോദിക്കുക. എങ്ങനെയാ ചോദിച്ചത്? She asked her teacher, dash, may I go home? Sorry, may I go എന്നാണ് ചോദിക്കുക. Please, may I go home എന്നാണ് ചോദിക്കുക. Please, may I go home? ഞാൻ ഒന്ന് എന്റെ വീട്ടിൽ പോയിക്കോട്ടെ അല്ലേ? എനിക്ക് സുഖമില്ല, ഞാൻ എന്റെ വീട്ടിൽ പോയിക്കോട്ടെ എങ്ങനെ ചോദിക്കാം? Please, may I go home? Please. Third one is please. Right. Please. ഇവിടെ എഴുതാ. Third one. Please. P L E A S E. Please. Andros, are you listening? What are you doing? Okay. She asked, Amita is not well. She asked her teacher, please, may I go home? Okay, which is the fourth one? Arun spills his uncle's coffee. Fourth one, kando. Arun spills means നശിപ്പിക്കുക അല്ലെങ്കിൽ കളയുക. Arun spills his uncle's coffee. അരുൺ എന്ത് ചെയ്തു? അവന്റെ അങ്കിളിന്റെ കോഫി നിലത്ത് വീഴിപ്പിച്ചു അല്ലേ? അരുൺ says, അരുൺ എന്താ പറഞ്ഞേ അങ്കിളിനോട്? സോറി. എങ്ങനെ പറയാ ദേവർഷ? I am sorry. Right. Sorry. Fourth one, I am sorry. Right. I am sorry. I am sorry. Okay, fifth one. Reva wants to have a piece of cake. She says, I am very hungry. Dash, may I have this cake? എന്താണ്? Reva wants to have a piece of cake. Revയ്ക്ക് എന്ത് വേണമായിരുന്നു? ഒരു piece of cake അല്ലെ? ഒരു കേക്കിന്റെ കഷ്ണം വേണമായിരുന്നു. Reva wants to have a piece of cake.
She says. അപ്പൊ അവൾ എന്താ പറഞ്ഞത്? I am very hungry, Andros. I am very hungry. എനിക്ക് നല്ല വിശക്കുന്നുണ്ടല്ലേ? I am very hungry. Dash, may I have this cake? ഞാൻ ഈ കേക്ക് എടുത്തോട്ടെ, എനിക്ക് കേക്ക് തരുമോന്നാണ് ചോദിക്കുന്നത് അല്ലേ ആൻഡ്രോസേ? അപ്പൊ എങ്ങനെ ചോദിക്കാ? പ്ലീസ് ആണോ സോറി ആണോ? പ്ലീസ്. വെരി ഗുഡ്. പ്ലീസ് may I have this cake? Reva wants to have a piece of cake. She says, I am very hungry. Please may I have this cake? Right, please. Afraz Yusuf. Listen here. Please may I have this cake? Please. P-L-E-A-S-E. Please. Hadi Haider എഴുതിയ മോനെ. Last one, please. Please. First one miss ഒന്നുകൂടി വായിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ കേട്ടോ. First one. Rahul wants a pencil. Rahul wants a pencil. He says, അവൻ പറഞ്ഞു, എങ്ങനെ പറഞ്ഞേ? Please give me a pencil. Please give me a pencil. Second one, Deepa breaks Ramya's ruler. She says, I'm sorry. I'm sorry. I shall get you another one tomorrow. I shall get another one tomorrow. Third one, Amita is not well. Amita is not well. She asked her teacher, please may I go home? Please may I go home? Fourth one, Arun spills his uncle's coffee. Arun spills his uncle's coffee. Arun says, I'm sorry. I'm sorry. Arun spills his uncle's coffee. Arun says, I'm sorry. And fifth one, look at the last one, Jovin Jomon and Joel Jomon. Reva wants to have a piece of cake. Reva wants to have a piece of cake. She says, I'm very hungry. Please, may I have this cake? Please, may I have this cake? Okay, മനസ്സിലായോ അയാൻ വിജേഷ്? അയാൻ വിജേഷ്, are you listening here? Okay, ഇനി മനസ്സിലാവാത്തവരുണ്ടോ അത്? Take page number 20. Page number 20. All of you take page number 20. Afras എടുത്തോ മോനെ. Okay, page number 20 ൽ എന്താ കാണുന്നത്? Let us read. Let us read. Who will read? Who will read? Okay, listening. Some words sound the same when you say them aloud. ഇത് കാണുന്നില്ല എൻ്റെ മക്കളെ? 1 minute. Some words sound the same when you say them aloud. മനസ്സിലായോ എന്താണ്? Some words, ചില വാക്കുകള്, some words, ചില വാക്കുകൾ sound the same when you say them aloud. നമ്മള് ചില വാക്കുകൾ ഒച്ചത്തിൽ പറയുന്ന സമയത്ത് രണ്ട് വാക്കും ഒരുപോലെ ഉണ്ടാവാം അല്ലേ? സെയിം പോലെ നമുക്ക് തോന്നാം. നോക്ക, read the words given below. താഴെ തന്ന വേർഡ്സ് നമുക്ക് വായിച്ചു നോക്കാം. Okay, cat. First one, cat. Second word is
sat. Third one, rat. ഒരേപോലെ ഇല്ലേ? എങ്ങനെയാ സൗണ്ട്? സെയിം അല്ലേ? Cat, sat, rat. The sounds are same. Once more, cat, sat, rat. നല്ല രസമുണ്ട് അല്ലേ പറയാൻ? അല്ലേ? സെക്കൻഡ് വൺ നോക്കാം. Bell, second box. Bell, shell, well. Bell, shell, well. ഒരേപോലെ ഇല്ലേ? The sounds are same. Next one, third box. Pin, bin, tin. Very nice. Pin, bin, tin. How is it? Is it nice? രസമുണ്ടോ പറയാൻ? ഉണ്ടോ ആയിഷേ? ആയിഷ ഒന്ന് വായിച്ചേ. ആയിഷേ ആയിട്ടില്ല. മിസ് അൺമ്യൂട്ട് ചെയ്യട്ടെ മോനെ. Cat, cat, sat, rat. Second box. Bin, bell, bell, bin, shell, well. Bin, bin, tin. Tin, very good. ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. നെക്സ്റ്റ് സൽമാൻ സർ, can you read this? Rat, cat, sun, sat, rat, bell, shell, well, bean, tin. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഈ വേർഡ്സ് ഒക്കെ എന്താണ്? ഒരേപോലെ ഉണ്ടല്ലേ പറയുമ്പം? ക്യാറ്റ്, സാറ്റ്, റാറ്റ്. ഒരേ സൗണ്ട് അല്ലേ ലാസ്റ്റ്? ടി 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 അല്ലേ വരുന്നത്? ക്യാറ്റിന്റെ സ്പെല്ലിംഗ് എന്താ? CAT, സാറ്റ് SAT, റാറ്റ് RAT. These sounds are same. Okay, read these lines with your partner. നോക്ക്, ഇവിടെ നോക്കുക. Some houses are big. നമ്മുടെ പോയത്തിലെ ലൈൻസ് ആണല്ലേ? Some houses are big. ചില വീടുകൾ എന്താണ്? Some houses, ചില വീടുകൾ എന്താണ്? വലിയതാണല്ലേ? These houses are big. Some houses are small. Some houses are wide. Some houses are tall. നോക്ക്, small, tall. കണ്ടോ? സെക്കൻഡ് ലൈൻ ഇർഷാദ്. സെക്കൻഡ് ലൈൻ കണ്ടോ? സ്മോൾ, സ്മോൾ. ലാസ്റ്റ് ലൈനിലെ ലാസ്റ്റ് വേർഡ് എന്താണ്? ടോൾ. രണ്ടും എല്ലിലല്ലേ അവസാനിക്കുന്നത്? സ്മോളിന്റെ സ്പെല്ലിംഗ് എന്താ? SMALL, സ്മോൾ. SMALL, സ്മോൾ. ഇനി ടോളിന്റെ സ്പെല്ലിംഗ് എന്താ? ടോൾ, TALL. ഒരേപോലെ ഇല്ലേ പറയുമ്പോ? ഇല്ലേ? സ്മോൾ, ടോൾ. Another example, cool, pool. ഒരേപോലെ ഇല്ലേ പറയുമ്പോ? ഉണ്ടോ? ഉണ്ടോ? ഇനിയോ? ഇതേപോലെ വേറെ വേർഡ്സ് പറയാൻ പറ്റുമോ? സൗണ്ട്,
sound, round, sound, round. ഒരേപോലെ ഉണ്ടല്ലേ പറയുമ്പോ? sound, round. ഇതിന് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്നാ പറയാ. എന്റെ മക്കൾക്ക് ഇപ്പൊ പഠിക്കേണ്ടത്. sound, round. പിന്നെ seed, seed, feed, seed, feed. ഒരേപോലെ ഇല്ലേ പറയുമ്പോ? ഉണ്ടോടോ? best, best, best. അതുപോലെ വരുന്ന വേറൊരു വേർഡ് കണ്ടുപിടിച്ചേ. ബെസ്റ്റ്. പറഞ്ഞേ, ആദ്യം കിട്ടിയോ? എന്താണ്? chest, chest, rest. മനസ്സിലായോ? സംഭവം മനസ്സിലായോ? ഇപ്പോ മിസ് പറഞ്ഞത് ഒരേപോലെയുള്ള വേർഡ്സ് ഉണ്ടാകാം അല്ലേ? ഒരേ സൗണ്ട് വരുന്ന വേർഡ്സ് ഉണ്ടാകാം. ഇനി ജി, ഫൈൻഡ്. ഇത് കണ്ടോ എന്റെ മക്കളെ? ഫൈൻഡ് കണ്ടോ? അലൻ ജോസഫ് കണ്ടില്ലേ? ഓക്കെ. ഫസ്റ്റ് വൺ, എ വേർഡ് ഇൻ ദ പോയം ദാറ്റ് സൗണ്ട് ദ സെയിം ആസ് സ്മോൾ. A word in the poem that sounds the same as small. മിസ് പറഞ്ഞത് മനസ്സിലാവണ്ടേ അല്ലേ? പറഞ്ഞേ. A word in the poem, നമ്മുടെ പോയത്തിലെ ഒരു വേർഡ് that sound the same as small. സ്മോൾ എന്ന് പറഞ്ഞിരിക്കുന്ന വേർഡ് സൗണ്ട് ചെയ്യുന്നത് പോലെ സൗണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേത് വേർഡാ? സ്മോൾ പോലെയുള്ള ഒരു വേർഡ് ഏതാണ്? ഒന്ന് വായിച്ചു നോക്കിയേ. പോയം എടുത്ത എല്ലാവരും. സ്മോൾ. ഏതാ വേർഡ്? വെരി ഗുഡ് അലൻ ജോസഫ്. ടോൾ. സ്മോൾ, ടോൾ. അപ്പൊ അവിടെ എഴുതാ എന്ത്? അവിടെ എന്ത് എഴുതാ? റൈറ്റ്, ടോൾ. TALL, ടോൾ. ഇവിടെ എഴുതിയേ മക്കളെ? കണ്ടോ? ഇവിടെ ഒരു ബ്ലാങ്ക്സ് കണ്ടോ? ഇവിടെ റിച്ചാർഡേ കണ്ടോ എന്റെ മോൻ? അവിടെ എഴുതി ടോൾ. TALL, ടോൾ. Tall. The word tall sound the same as small. Next one, two. Two നോക്ക. Two more words that sound the same as small. പറയാൻ പറ്റുമോ? Two more words. കൂടുതൽ അല്ലേ? രണ്ട് വേർഡ്സ് അധികം പറഞ്ഞേ. സ്മോൾ പോലെ സൗണ്ട് ചെയ്യുന്നത്. സ്മോൾ, ടോൾ. വേറെ രണ്ട് വേർഡും കൂടി പറഞ്ഞേ. പറയാൻ പറ്റുമോ? സ്മോൾ, ടോൾ, പിന്നെന്താ? ആർക്കാ പറയാൻ പറ്റുക? മിസ് ആരുടെയും കൈ കണ്ടില്ല. വേഗം. അനുഗ്രഹ ബ്രിജിത്ത് ഈസ് റെഡി. Small, tall. Then another one. ball, Ball. Very good. Another one. Niyadas. call, Call. wall, Hall. Very good. അപ്പൊ ഏതൊക്കെ വേർഡ് എഴുതാം? Hall. Hall. HALL, hall. അവിടെ എഴുതും മക്കളെ. H, right. സെക്കൻഡ് വൺ ആണ് മിസ് പറയുന്നത്. ഇവിടെ എഴുതുക HALL,
L, hall. H, A, L, L, hall. Another one. Call. C, A, L, L. Ball ആണെങ്കിൽ ball എഴുതുക. Ball എന്ന് വേണമെങ്കിലും എഴുതാം. B, A, L, L, ball or C, A, L, L, call. ഏബൽ മാത്യു എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. എന്ന മുത്തേ പറഞ്ഞോ? ആൻസർ പറയാനായിട്ടായിരുന്നു കേട്ടോ. ആൻസർ പറയാൻ വേണ്ടിയായിരുന്നോ? ഓക്കെ. Next, a word in the poem. Third one നോക്ക് മക്കളെ. Third one. Next, third one. ഇതുവരെ ഉള്ളത് എഴുതിയതല്ലേ എല്ലാവരും? Okay. A word in the poem that sounds the same as mouse. എന്നാ അതൊന്ന് പറഞ്ഞ ഞാൻ നോക്കട്ടെ. മൗസിന്റെ റൈമിംഗ് വേർഡ് പോയത്തിൽ നോക്കി പറഞ്ഞേ. മൗസ്. മൗസിന്റെ പോലെയുള്ളത് ഏതാ നോക്കിയേ? പോയത്തിൽ എന്താ വേർഡ് ഉള്ളത്? റിച്ചാർഡേ വേഗം നോക്കി പറഞ്ഞ നല്ല മോനായിട്ട്. ഏതാണ് മുഹമ്മദ് മുക്താസിം? ഹൗസ്. വെരി ഗുഡ്. ഹൗസ്. മൗസ്, ഹൗസ്. വെരി ഗുഡ്. എഴുത്. ഹൗസ്. ഹൗസിന്റെ സ്പെല്ലിംഗ് എന്താ? H O U S E. ഹൗസ്. H O U S E. ഹൗസ്. അദീനക്കുട്ടി എഴുതിയോ? ഹൗസ് തേർഡ് വൺ ആണ് എഴുതേണ്ടത്. ഇവിടെയാണ് എഴുതേണ്ടത്. കാണുന്നുണ്ടോ? H O U S E. house. H O U S E. house. Any last one, fourth one. A word in the poem that sounds the same as Rome. അപ്പൊ റോമിന്റെ വേർഡ് ഏതാണ്? റോം എന്നതിന്റെ റൈമിംഗ് വേർഡ് ഏതാണ് പോയത്തില്? റോം. വെരി ഗുഡ്. ഹോം. H O M E. റിച്ചാർഡ് ഏതോ ലോകത്താണ് ഇന്ന്. അയാൻ വിജേഷ് കേൾക്കുന്നുണ്ടോ? ഫാത്തിമ KM എഴുതിയോ? എന്താ ഹോമിന്റെ സ്പെല്ലിംഗ്? റസീൻ. റസീൻ K H O M E. ഹോം. അപ്പൊ റോമിന്റെ റൈമിംഗ് വേർഡ് ഏതാണ്? എന്താണ്? ഹോം. H O M E. ഹോം. ഹോം. ഇനി നെക്സ്റ്റ് ഒരു വർക്കും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ? Okay, all of you finished? Say yes or no. All of you finished? അയാന് കഴിഞ്ഞില്ല മോനെ? കഴിഞ്ഞോ? Yes. The next one, H. H. Read the descriptions and number the pictures that match them. Read the descriptions. Description എന്ന് പറഞ്ഞാൽ എന്താ? Description എന്ന് പറഞ്ഞാൽ എന്താടോ? Description എന്ന് കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടുണ്ടോ UKG-ല്? ഡിസ്ക്രിപ്ഷൻ, റീഡ് ദ ഡിസ്ക്രിപ്ഷൻസ്. വ്യാഖ്യാനമാണ് അല്ലേ? അത് പറഞ്ഞാൽ ഒട്ടും അറിയില്ലായിരിക്കണം അല്ലേ? റീഡ് ദ ഡിസ്ക്രിപ്ഷൻസ് അല്ലേ? കൊടുത്തിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഒന്നോ രണ്ടോ സെന്റൻസിൽ കൊടുത്തിരിക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാ, വിശദീകരണം അല്ലെ വ്യാഖ്യാനം എന്ന് പറയാ. റീഡ് ദ ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് നമ്പർ ദ പിക്ചേഴ്സ് ദാറ്റ് മാച്ച് ദം. എന്നിട്ട് എന്ത് ചെയ്യാ? ഇവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ? ആനിമൽസിന് 4 ആനിമൽസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡിസ്ക്രിപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് ഏതാണോ കറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ അതിന് നമ്പർ കൊടുക്കുക. ആർ യു റെഡി? ആർ യു റെഡി? ആർ യു റെഡി? ഓക്കെ. ഫസ്റ്റ് വൺ, ഇറ്റ് ലവ്സ് ടു ഈറ്റ് ബനാനാസ്. ഈ പിക്ചറിൽ ആർക്കാണ് ബനാന ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് നോക്കിയേ. ആർക്കാണ്? ഏതാ നമ്പർ? ഏതാണെന്ന് പറഞ്ഞേ നമ്പർ അല്ലെ? എത്രാമത്തെ പിക്ചർ എന്ന് പറഞ്ഞ? സെക്കൻഡ് വൺ ആണല്ലേ? മങ്കി ആണല്ലേ? മങ്കി. അപ്പൊ മങ്കിന്റെ കോളത്തിൽ ഏത് നമ്പറാ കൊടുക്കണ്ടേ? ഫസ്റ്റ് വൺ. മങ്കിന്റെ കോളത്തിൽ ഫസ്റ്റ് വൺ 1 നമ്പർ കൊടുക്ക്. ഇറ്റ് ലവ്സ് ടു ഈറ്റ് ബനാനാസ് അല്ലേ? നമ്മുടെ മങ്കിക്ക് ബനാന കഴിക്കാൻ ഇഷ്ടമാണല്ലേ? അപ്പൊ ഇവിടെ സെക്കൻഡ് വൺ ഇതല്ലേ മങ്കി? അവിടെ 1 നമ്പർ കൊടുത്തോ? കോളത്തില് കൊടുത്തോ? Then second one, it is tiny and has 6 legs. Tiny എന്ന് പറഞ്ഞാൽ എന്താടോ? What do you mean by tiny? എന്ന് വെച്ചാൽ ചെറുത്, ചെറിയത്. Small. Tiny means small. Okay. It is tiny. ഇത് ചെറിയതാണല്ലേ? Tiny ആണ്. And has 6 legs. എത്ര കാലുകളുണ്ട്? It has 6. 6 കാലുകളുണ്ട്. ഇതെന്താണ്? ഇതിലേതാണ്? ഇതല്ലേ? എന്താ അത്? ant. വെരി ഗുഡ്, ant. അപ്പൊ ഇത് എത്ര നമ്പർ കൊടുക്കേണ്ടത്? 2. ആൻഡിന് 2 എന്ന നമ്പർ കൊടുത്തോ? 2 എന്ന നമ്പർ കൊടുത്തോടാ? സേ യെസ് ഓർ നോ? മിഷന് അറിയണ്ടേടാ, പറയപ്പാ. ഓക്കെ. ഇനി തേർഡ് വൺ, ഇറ്റ് റൺസ് വെരി ഫാസ്റ്റ്. ഇറ്റ് റൺസ് വെരി ഫാസ്റ്റ്. ഇവിടെ 2 എണ്ണം ഉണ്ടല്ലേ? റാബിറ്റും ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ഹോസും ഉണ്ടല്ലേ? ഏതോ ഏറ്റവും സ്പീഡിൽ ഓടുന്നത്? ഹോസ് ആണോ റാബിറ്റ് ആണോ? ഏതോ സ്പീഡിൽ ഓടുന്നത്? ഹോസ് ആണല്ലേ? ഓക്കെ. തേർഡ് വൺ ഹോസ്. ഇവിടെ നമ്പർ കൊടുക്ക. തേർഡ് വന്ന് 3 എന്ന് നമ്പർ കൊടുത്തേ. 3 നമ്പർ കൊടുത്തോ? ഇനി ലാസ്റ്റ് വൺ ഒറ്റന്നേ ഉള്ളൂ. അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നറിയോ? ഇറ്റ് ലവ്സ് ടു ഈറ്റ് ക്യാരറ്റ്സ്. ക്യാരറ്റ് കഴിക്കാൻ ആർക്കാ ഏറ്റവും ഇഷ്ടം? ക്യാരറ്റ് കഴിക്കാൻ ആർക്കാണ്? റാബിറ്റിനാണല്ലേ? അപ്പൊ ഫോർത്ത് വൺ, 4 നമ്പർ കൊടുത്ത റാബിറ്റിന്. 4 നമ്പർ കൊടുത്തോ? അപ്പൊ മങ്കി ലവ്സ് ടു ഈറ്റ് ബനാനാസ്. മങ്കിക്ക് എന്ത് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം? ബനാന കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? ആൻഡ് അവർ റാബിറ്റ്, റാബിറ്റിന് എന്ത് കഴിക്കാനാണ് ഇഷ്ടം? ഇറ്റ് ലവ്സ് ടു ഈറ്റ് ക്യാരറ്റ്സ്. വെരി ഗുഡ്. ഇനി ant is tiny and it has how many legs? എത്ര ലെഗ്സ് ആൻഡിനുള്ളത്? 6. and has 6 legs. And our horse runs very fast. നമ്മുടെ ഹോസ് എങ്ങനെ ഓടുന്നത്? സ്പീഡിലാണല്ലേ? Our horse runs very fast. Okay, all of you finished? കഴിഞ്ഞ എല്ലാവരും? Okay. Okay, that's enough. Shall we wind up the class? ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ? മിസ് പോയിക്കോട്ടെ? നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം അല്ലേ? ബൈ.